ഞാൻ പലപ്പോഴായിട്ട് പറയുന്നൊരു കാര്യമാണ് മഴ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏകദേശം വെള്ളം കയറി കടൽ പോലെ ആകുന്നുള്ളത്. ഇപ്രാവശ്യം എന്തോ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങൾ മതിൽ കെട്ടിയത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് ഉള്ളിലോട്ട് വെള്ളം കയറില്ല. പിന്നെ ആ ഒരു ചൂട് എന്താ പറയുക, വൈകുന്നേരം ആണ്, ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ്. പെട്ടെന്ന് നല്ലൊരു മഴ വന്നു, പെട്ടെന്ന് അങ്ങ് വെള്ളം കയറി. വെള്ളം പെട്ടെന്ന് കയറിയെന്നല്ല, ഒരു 2-3 ദിവസമായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പേടിയുണ്ട്, ഉള്ളിൽ കയറുമോ എന്നുള്ളത്. കാരണം പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ട് ഉള്ളത് കൊണ്ട് അതിനേക്കാൾ ടെൻഷൻ. കാരണം ഈ വെള്ളം കയറുന്നതെന്ന് പറയുമ്പോൾ എല്ലാം എടുത്ത് എടുക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ വൈകുന്നേരം ചായയൊക്കെ ഞാൻ ചെയ്താലും ചായയൊക്കെ കുടിക്കാമെന്ന്. അങ്ങനെ പഴംപൊരിയാണ്, ഏകദേശം ഇപ്പോഴും 2-3 ദിവസമായിട്ട് പഴംപൊരിയാണ്. പിന്നെ പഴംപൊരിയും കാജയൊക്കെ ഉണ്ട്. ഇന്ന് കുറച്ച് 2-3 തരം പലഹാരങ്ങളുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്കല്ല, വേറൊരു ഗസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള പഴംപൊരിയും പിന്നെ കാജയൊക്കെ ഞാനൊന്ന് റെഡിയാക്കി വെച്ചു. അങ്ങനെ ചായ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരാൾക്ക് ചായയും, വന്ന ആൾക്ക് ചായയും, നമ്മുടെ വീട്ടിലുള്ള ചേട്ടന് പാലും പാലാണ്. അപ്പോൾ രണ്ടും കൂടി ഇതാക്കുക. അപ്പോൾ ഞാൻ അവർക്കും എനിക്കുമുള്ള ചായ അങ്ങ് ഇട്ടെടുത്തു. എനിക്ക് ചായ മസ്റ്റാണ്, രാവിലെയും വൈകുന്നേരവും. അപ്പം നല്ല മഴയല്ലേ, പിന്നെ നല്ല ചൂട് ചായയൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇത് അവർക്കാണ്. പിന്നെ ഈ ഗസ്റ്റിനെയൊന്നും ഞാൻ അധികം എൻ്റെ വീഡിയോസിൽ കാണിക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രൈവസി ഇഷ്യൂ എന്ന് പറയുന്ന എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമല്ലേ. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. പലരുടെയും വീഡിയോസിലും ചിലവർക്ക് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര അലർജിയുള്ള കാര്യമൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊന്നും അങ്ങനെ നിൽക്കാറില്ല. വെറുതെ എന്തിനാലേ നമ്മൾ വേറൊരാളെ ഇഷ്ടമില്ലാത്ത കാര്യത്തിന് പ്രേരിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ അവർക്കത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വിചാരിച്ചു വൈകുന്നേരം ഇനി രാത്രിയൊക്കെ ഒരു ചക്കയൊക്കെ കൊത്താമെന്ന്. അപ്പോൾ ആ സമയത്ത് നല്ല നമ്മളെ കണ്ടോ വെള്ളം. അപ്പം നമ്മൾ പുറത്തുള്ള ഒരു എന്താ പറയുക, ചാപ്പ എന്ന് പറയും. അപ്പോൾ അതിൽ നിന്നാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ചക്കയൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നിങ്ങൾക്കിതൊന്ന് കാണിച്ചു തരാമെന്ന്. ശരിക്കും പറഞ്ഞാൽ കടൽ പോലെയാണ്. പലരും ഇത് കണ്ട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ തൊട്ടപ്പുറം ഇപ്പുറമൊക്കെ കായലൊക്കെയാണോയെന്ന്. കായലല്ല, ഇത് നമ്മുടെ വയലാണ്, നെല്ലൊക്കെ വിത്തൊക്കെ ഇടുന്ന വയലാണ്. അങ്ങനെ ഇവിടെ ഒരാൾ ചക്കയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ വെച്ചെന്നാൽ പിന്നെ വീഡിയോ എടുക്കാമെന്ന്. കണ്ടോ, ഇതാണ് സംഭവം. 2019 ആദ്യമായിട്ട് വെള്ളം കയറിയത്. എത്രയോ 30 വർഷങ്ങൾക്ക് ശേഷം വെള്ളം കയറിയത്. അപ്പോൾ ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് നാട്ടിലുള്ളത് കൊണ്ട് അങ്ങനെ വലിയൊരു ടെൻഷനില്ല എന്ന് പറയാം. പേടിയും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. ഉള്ളത് കൊണ്ട്. ഇനി ഇല്ലാത്തപ്പോഴാണ് നമ്മൾ പോയി കഴിഞ്ഞിട്ട് ആ വെള്ളം കയറുന്നത് ഭയങ്കര ടെൻഷനാണ്. കാരണം എന്തായി എന്നുള്ള അവസ്ഥ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ലീവിൽ വരുമ്പോഴല്ലേ കാണാൻ പറ്റൂ. അപ്പോൾ കിണർ കണ്ടോ, ഇത്രയും വെള്ളം കയറി. ഈ കിണറെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് നമ്മൾ മോട്ടർ വെക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല, മോട്ടർ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് മോശമാവും. അങ്ങനെയുള്ള ഒരു പ്രദേശമാണിത്. പക്ഷെ ഇവിടെ നല്ല വെള്ളമൊക്കെ ഉണ്ട്, ആൾക്കാർ നല്ല വെള്ളമൊക്കെ കിട്ടുന്ന ഏരിയ ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ നല്ല വെള്ളമാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മോട്ടർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സ്വഭാവം അങ്ങ് മാറുമെന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ നാടും നഗരമൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ആൻഡ് കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്, and thank you for watching.